യോനോ എസ് ബി ഐ അല്ലെങ്കിൽ എസ് ബി ഐ എനിവെയർ അല്ലെങ്കിൽ എസ് ബി ഐയുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പ്രൊഫൈൽ പാസ്വേഡ്, അതായത് ലോഗിൻ പാസ്വേഡ് അല്ല, പ്രൊഫൈൽ പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വളരെ ക്ഷമയോടെ നോക്കിയിരുന്നാൽ മാത്രമേ, അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രൊഫൈൽ പാസ്വേഡ് മറന്നുപോയാൽ കണ്ടുപിടിക്കുന്നത്, അത് തിരിച്ച് സെറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ. ഈ പ്രൊഫൈൽ പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനോ അങ്ങനെയുള്ള ഏറ്റവും സുരക്ഷിതമായ കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി യോനോ എസ് ബി ഐയുടെ അല്ലെങ്കിൽ എസ് ബി ഐയുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ നെയിമോ പാസ്വേഡോ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിനുള്ള വീഡിയോ ഈ വീഡിയോയുടെ അവസാനം ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് യോനോ എസ് ബി ഐയുടെ യൂസർ നെയിമും പാസ്വേഡും കണ്ടുപിടിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ പ്രൊഫൈൽ പാസ്വേഡിനെ കുറിച്ചാണ് കാണിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക്. ആദ്യമായി നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ ക്രോമിൽ സെർച്ച് ബാറിൽ SBI ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് SBIയുടെ വെബ്സൈറ്റുകൾ കാണാൻ സാധിക്കും. നമ്മൾ അതിനുശേഷം ചെയ്യേണ്ടത്, നമ്മുടെ ഈ ഗൂഗിൾ ക്രോമിൽ ഏറ്റവും മുകളിലായി കാണുന്ന 3 ഡോട്ട് അതിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. അതിൽ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഫോണ് ഡെസ്ക് മോഡ്, അതായത് കമ്പ്യൂട്ടറിൽ കാണുന്ന പോലെ സ്ക്രീനായി മാറും. അതിനുശേഷം ഈ കമ്പ്യൂട്ടറിൽ കാണുന്ന സ്ക്രീൻ പോലെ ആയാൽ മാത്രമേ നമുക്ക് യോനോ SBI എന്ന് പറയുന്ന അല്ലെങ്കിൽ SBIയുടെ വെബ്സൈറ്റിൽ നമുക്ക് കയറാൻ സാധിക്കൂ. ഇനി പേഴ്സണൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു വെബ്സൈറ്റ് SBIയുടെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഫോണിലാണെങ്കിൽ ഇത് ചെയ്യാൻ സാധിക്കുന്നതല്ല. ചിലപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസോടെ ആയിരിക്കും ഓപ്പൺ ആവുന്നത്. അല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇങ്ങനൊരു ഓപ്ഷനിലായിരിക്കും വിൻഡോ തുറന്നു വരുന്നത്. അതിൽ നമുക്ക് ഇവിടെ കാണാം പേഴ്സണൽ ബാങ്കിങ് ലോഗിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ കാണിക്കാം. ലോഗിങ് എന്ന് പറയുന്ന ഓപ്ഷൻ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും. അങ്ങനെയാണെങ്കിലും കണ്ടിന്യൂ ലോഗിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. വലത് സൈഡ് മുകളിലായി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ അല്ലെങ്കിൽ ഒരു ഇൻ്റർഫേസ് തുറന്നു വരും. നമുക്കവിടെ നമ്മുടെ യോനോ SBI എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ SBI എനിവെയർ അല്ലെങ്കിൽ SBIയുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. യൂസർ നെയിം എന്ന് പറയുന്നിടത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാസ്വേഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ അല്ലെങ്കിൽ യോനോ SBIയുടെ പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് തൊട്ട് താഴെയായി കാണുന്ന ഒരു ക്യാപ്ച ഉണ്ടാവും. കോളത്തിൽ ഏറ്റവും താഴെയായി കാണുന്ന ക്യാപ്ച എന്ന് പറയുന്നത് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ലോഗിൻ ചെയ്യണം. ഇവിടെ ക്യാപ്ച ഞാൻ കാണിക്കുന്നുണ്ട്. അത് അതേപടി അക്കവും സ്മാൾ ലെറ്റർ ആണെങ്കിൽ സ്മാൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ, അത് അല്പം പോലും തെറ്റാതെ വേണം നമ്മളവിടെ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ SBI എനിവെയർ അല്ലെങ്കിൽ യോനോ SBI എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് SBI ഓൺലൈൻ. അതിൽ നമ്മൾ നമ്മുടെ പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമ്മൾ പോകണം. അതിനിവിടെ ഇടത് സൈഡ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. കുറച്ച് സൂം ചെയ്ത് കാണിക്കുകയാണ്. പ്രൊഫൈൽ ഇങ്ങനെ ആയിരിക്കും തുറന്നു വരുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് വലത് സൈഡ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. വലത് സൈഡ് ചേഞ്ച് പാസ്വേഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ രണ്ടാമതായിട്ടാണ് കാണുന്നത്. ഞാനിവിടെ കാണിക്കാം.
നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ വരച്ച് കാണിക്കാം. ചേഞ്ച് പാസ്വേഡ്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതായത് നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പാസ്വേഡ്, ലോഗിൻ പാസ്വേഡ്, പ്രൊഫൈൽ പാസ്വേഡ്, ഇവ രണ്ടും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കാണാം. മുകളിലായിട്ട് ലോഗിൻ പാസ്വേഡിലായിരിക്കും കിടക്കുന്നത്. അതിനെ മാറ്റി പ്രൊഫൈൽ പാസ്വേഡ്, രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ പ്രൊഫൈൽ പാസ്വേഡ് ടൈപ്പ് ചെയ്യാനായിരിക്കും കാണിക്കുന്നത്. നമ്മൾ അതിന് തൊട്ട് താഴെയായിട്ട് ഫർഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു OTP അല്ലെങ്കിൽ വൺ ടൈം പാസ്വേഡ് നമ്മൾ ഫോണിൽ അപ്പോഴേക്കും വന്നിരിക്കും. അതിനെ ജസ്റ്റ് ഒന്ന് അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ നമ്പർ ഓർത്ത് വെച്ച് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതല്ല നമ്മുടെ പ്രൊഫൈൽ പാസ്വേഡ്, ഇത് ഒരു OTP മാത്രമാണ്. ഒറ്റത്തവണ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഒരു OTP ആണ്. നമ്മളാണിത് തുറന്നു വന്ന് കാണിക്കുന്നതിന് വേണ്ടി. അതവിടെ എൻ്റർ കൊടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ കിടന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് തുറക്കും. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് 3 ഓപ്ഷൻ വഴി നമുക്ക് പ്രൊഫൈൽ പാസ്വേഡ് മാറ്റാം. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്ന്, നമ്മുടെ മുൻപ് നമ്മൾ പ്രൊഫൈൽ സെറ്റ് ചെയ്തിരുന്നപ്പോൾ, പാസ്വേഡ് സെറ്റ് ചെയ്തപ്പോൾ ഒരു ഹിൻഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻ നമ്മൾ വീണ്ടും ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. രണ്ടാമത് വരുന്നത്, നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ബ്രാഞ്ചിൽ പോയി ചെയ്യാം. മൂന്നാമത്തത് ATM വഴി. നമുക്കിവിടെ മൂന്നാമത്തെ ഓപ്ഷൻ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും ഉപയോഗിക്കാമെന്നാണ്. ഞാനിവിടെ ATM കാർഡ് വെച്ച് എങ്ങനെ പാസ്വേഡ് സെറ്റ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്, പ്രൊഫൈൽ പാസ്വേഡ്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ശരിയാണോ എന്ന് ഇവിടെ ചോദിക്കും. സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു അക്കൗണ്ടേ ഉള്ളെങ്കിൽ ഒന്നേ കാണും. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ATM കാർഡിൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ കാണിക്കുന്നത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം കൺഫേം അടിക്കുക. ഡെസ്ക് ടോപ്പ് മോഡായതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനൊരു വിൻഡോ തുറന്നു വരും. ഇവിടെ നമ്മുടെ ATM കാർഡിൻ്റെ 16 അക്ക നമ്പർ അവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ എക്സ്പയറി മന്ത്, വർഷം, അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ATM കാർഡിൻ്റെ. അത് കഴിഞ്ഞ് നമ്മുടെ ATM കാർഡിൻ്റെ പേര് തുടങ്ങിയാണ്. ഞാനിവിടെ കാണിക്കാം. ആദ്യം ATM കാർഡിൻ്റെ എക്സ്പയറി മന്തും ഇയറും ആണ് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ATM കാർഡ് ഇല്ലാത്തവർക്ക് ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതല്ല. എന്നാൽ ബ്രാഞ്ചിൽ പോയിട്ടോ നമ്മൾ ഹിൻഡ് കോഡ് വെച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുശേഷം വർഷം അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ATM കാർഡിൻ്റെ മുൻവശത്ത് നമ്മുടെ പേരുണ്ടാവും. പേരില്ലാത്തവർ നമ്മുടെ പാസ്ബുക്കിലുള്ള നമ്മുടെ പേര് അതേപടി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ATM കാർഡിൻ്റെ 4 അക്ക പിൻ നമ്പർ ഏറ്റവും സുരക്ഷിതമായതാണ്. നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യാതെ വേണം നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഈ പ്രൊഫൈൽ പാസ്വേഡ് അത്രയും സെക്യൂർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ATM കാർഡിൻ്റെ പിന്നും ചോദിക്കുന്നത്. അതിനുശേഷം ഇവിടെ വലത് സൈഡിലുള്ള ക്യാപ്ച കോഡ് അതേപടി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്പം പോലും വ്യത്യാസം വരരുത്. അതിനുശേഷം അതിന് തൊട്ട് താഴെ കാണപ്പെടുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ഒരു പുതിയ വിൻഡോ തുറന്നു വരും. ഇവിടെ കാർഡ് സക്സസ്ഫുള്ളായി രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞ് വരും. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് പുതിയൊരു വിൻഡോയിലേക്ക് പോകും. ഇവിടെ നമ്മുടെ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവിടെ വരുന്നത്. നമ്മുടെ പുതിയ പ്രൊഫൈൽ പാസ്വേഡ് അവിടെ ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ പ്രൊഫൈൽ പാസ്വേഡ് ഏറ്റവും കുറഞ്ഞത് 8 അക്കങ്ങളുണ്ടാവണം, അതിന് മുകളിലുണ്ടാവണം. അതിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളും അക്കങ്ങളും പിന്നെ ഒരു ചിഹ്നവും ഉണ്ടാവണം. അത് ഏതെങ്കിലും ഒരു ഡോളറിൻ്റെയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സിമ്പൽ അവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. മിനിമം 8 എങ്കിലും ഉണ്ടാവണം. 8 മുതൽ 20 ഡിജിറ്റ് വരെ ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. തൊട്ട് താഴെ കൺഫേം പ്രൊഫൈൽ പാസ്വേഡ് എന്ന് പറയുന്നതിൽ അതേപടി മുകളിൽ നമ്മൾ ടൈപ്പ് ചെയ്ത അതേപടി തന്നെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ
അതിൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയ ടിക്ക് മാർക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വെർച്വൽ ആയിട്ടുള്ള ഒരു കീബോർഡ് കിട്ടും ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ മൊബൈൽ കീപാഡ് വെച്ച് തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെ ഹിൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഈ ഹിൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പാസ്വേഡ് മറന്നു പോകുമ്പോൾ അവിടെ നേരത്തെ ഞാൻ ആദ്യം കാണിച്ചു 3 ഓപ്ഷനുണ്ട്. ഹിൻഡ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് പാസ്വേഡ് കണ്ടുപിടിക്കാം. അതിനാണ്. അതായത് നമുക്കിവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ തിരഞ്ഞെടുക്കാം. ഹിൻഡായിട്ടുള്ള നമ്മൾ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട ബുക്ക്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണ്, ഹോബി ഏതാണ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മളെപ്പോഴും ഒരിക്കലും മറന്നു പോകാതെ ഓർമ്മിച്ച് വെച്ചിരിക്കുന്ന ഒരു ഓപ്ഷനാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. നമുക്കിത് പിന്നീട് പ്രൊഫൈൽ പാസ്വേഡ് മറന്നുപോയി കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് സെലക്ട് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിൻ്റെ ആൻസർ നമ്മൾ തന്നെ അവിടെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സ്പോർട്സ് എക്സാമ്പിൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബി, നമ്മൾ ഒരിക്കലും മറന്നു പോകാത്തൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ നമുക്ക് പാസ്വേഡ് വീണ്ടും മറന്നുപോയാൽ ചേഞ്ച് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ വരും. അതിനുശേഷമാണ് നമ്മളവിടെ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പാസ്വേഡ് സക്സസ്ഫുള്ളായിട്ട് പ്രൊഫൈൽ പാസ്വേഡ് മാറ്റിയിട്ടുണ്ട് ഓപ്ഷൻ വരും. നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ അതേപടി ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ പാസ്വേഡ് മറന്നുപോയത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ പാസ്വേഡ് മാറ്റാൻ, അല്ലെങ്കിൽ പാസ്വേഡ് അറിയാമെങ്കിൽ മാത്രമേ നമ്മുടെ മൊബൈൽ നമ്പർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനോ അങ്ങനെയുള്ള നിരവധി ഓപ്ഷനുകൾക്ക് നമുക്ക് ഈ പ്രൊഫൈൽ പാസ്വേഡ് കണ്ടുപിടിക്കുന്നത് അത്യാവശ്യമാണ്. നമ്മുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്യുന്നതിന് ആവശ്യമാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ബാങ്കിങ് സംബന്ധമായ കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് ഇനി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക.